നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി ഫൈസർ മരുന്ന് കമ്പനി രംഗത്തെത്തിയിരിക്കുകയാണ്. തികച്ചും ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നത്. ജർമ്മൻ പാർട്ണറായ ബയോൺടെക്കുമായി ചേർന്ന് ഫൈസർ ഒരുക്കിയ BNT162B2 എന്ന കോവിഡ് വാക്സിൻ 90% ഫലപ്രദമാണ് എന്ന് കമ്പനി അവകാശപ്പെടുകയുണ്ടായി. വാക്സിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായിരുന്നുവെന്നും മരുന്ന് നിർമ്മാണ കമ്പനി ഫൈസർ ആൻഡ് ബയോഎൻടെക് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഖത്തർ ആരോഗ്യ വകുപ്പ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായി ഫൈസറുമായി നേരത്തെ തന്നെ കരാറിലെത്തിയതിനാൽ ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തിലോ കോവിഡ് വാക്സിൻ എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചു. പിന്നാലെ കോവിഡിനെതിരെ 90% പോരാട്ട വീര്യം തെളിയിച്ച ഫൈസറിന്റെ വാക്സിൻ വാങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ്. 1,00,000 ഡോസ് വാക്സിനാണ് കുവൈറ്റ് ഓർഡർ നൽകിയിരിക്കുന്നത്. വിവിധ ബാച്ചുകളിലായാണ് വാക്സിൻ എത്തുക. 2020 അവസാനത്തോടെ 1,50,000 ഡോസ് വാക്സിൻ കുവൈറ്റിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. വാക്സിൻ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അംഗീകാരം ലഭിച്ചാലുടൻ കുവൈറ്റ് വാക്സിൻ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഈ മാസം തന്നെ അടിയന്തരമായി വാക്സിൻ അംഗീകാരം നൽകണമെന്ന് ഫൈസറിനോട് അഭ്യർത്ഥിക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടുത്ത ആരോഗ്യ പ്രശ്നമുള്ളവർക്കും രോഗികൾക്കും പ്രായമായവർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ഒന്നാം ഘട്ടത്തിൽ വാക്സിൻ നൽകുക. ഫൈസർ കൂടുതൽ ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന മുറയ്ക്ക് 4,00,000 ഡോസ് വാക്സിനുകൾ ഓർഡർ നൽകാനാണ് കുവൈറ്റിന്റെ പദ്ധതി. ഇത് രാജ്യത്തെ താമസക്കാർക്കും പൗരന്മാർക്കും നൽകും. അതേസമയം നേരത്തെ കോവിഡ് ബാധിക്കാത്തവരിൽ നടത്തിയ പരീക്ഷണത്തിൽ രോഗവ്യാപനം തടയാൻ വാക്സിന് 90% കഴിഞ്ഞുവെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. കുട്ടികളിലെ മീസിൽ അടക്കമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ പോലെ തന്നെ ഫലപ്രദമാണ് തങ്ങളുടെ വാക്സിൻ എന്ന് കമ്പനി വ്യക്തമാക്കി. ഇതുവരെ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും കമ്പനി അവകാശപ്പെട്ടു. 43,000 വളണ്ടിയർമാരിൽ നടത്തിയ പരീക്ഷണത്തിൽ 94 പേർക്ക് മാത്രമാണ് കോവിഡ് ബാധിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.